ഇത് നമ്മുടെ ജിമ്മിലെ ഓൺ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരമായിരുന്നു നമുക്ക് ഓൺ സെലിബ്രേഷൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനൊരു ധാവണിയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിലിട്ട് റെഡിയായി ഇറങ്ങാനായിട്ട് ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഒരു റെഡി ആവുന്നുണ്ടല്ലോ, ആ ഒരു രീതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ ഇറങ്ങുമ്പം ഞാനും അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒന്നൊരു 10 to 15 മിനിറ്റ്സേ ഉള്ളൂ ജിമ്മിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ ജിമ്മിലെത്തി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, പക്ഷേ മേഘയും വിപിനും പൂജയും നീതു ഒന്നും വന്നിട്ടില്ല. സോ അവർ വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീതു എത്തിയിട്ടുണ്ട്. വീണ്ടും അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ചൂടെടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു മുകളിലേക്ക് പോകാമെന്ന്. അപ്പം നമ്മൾ നേരെ ജിമ്മിനകത്തേക്ക് കയറുകയാണ്. ഞങ്ങൾ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നത്. മേഘ വന്നു, അയരൻ വന്നു, അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മേഘ അവിടെ നിന്ന് ഇപ്പോൾ ടാറ്റൊക്കെ കാണിക്കും. ഞങ്ങൾ മണ്ടയ്ക്ക് ഇന്ന് വിളിച്ച് അവരെ കേട്ടിട്ട് ടാറ്റൊക്കെ കാണിക്കുകയാണ്. നമുക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നോക്കാം അവർ കയറി വരുന്നത്. ഇതേ എല്ലാവരും കയറി വരുന്നുണ്ട്. ഞാനും ഇതും കൂടെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ. ഇതേ മേഘ വന്നു, അത് കഴിഞ്ഞ് അയരനും പൂജയും പിന്നെ എല്ലാവരും ഇപ്പം തന്നെ കയറി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ അത്തപ്പൂ കാണാനായിട്ട് പോകുന്നത്. ഞങ്ങളും കയറി വന്നതേ ഉള്ളായിരുന്നു, അത്തപ്പൂന്നും കണ്ടില്ലായിരുന്നു. ഞങ്ങൾ നേരെ അത്തപ്പൂ കാണാനായിട്ട് പോവാണ്. ഇനി കുറേ ആൾക്കാരോടൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് പ്രോഗ്രാം കുറച്ചൊക്കെ ലേറ്റായി. അപ്പോൾ ഇതാണ് നമ്മളെ ജിമ്മിലിട്ട അത്തപ്പൂ. ഇത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ജിം ട്രെയിനർ. കറുത്തമുണ്ടോ? അല്ല, കറുത്തമുണ്ട്. അതെ കണ്ട അവരേക്ക് തകർക്കുക. മഞ്ചേട്ടന് എല്ലാവർക്കും ഇവിടെ പായസം കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ട് ഇതാണ് മഞ്ചേട്ടൻ, നമ്മളെ ജിമ്മിലെ ട്രെയിനറാണ്. അപ്പോൾ മഞ്ചേട്ടൻ എല്ലാവർക്കും പായസം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരൊക്കെ പായസം എടുത്തു. ഞങ്ങൾ അടുത്ത സെഷനിലാണ് പായസം എടുത്തത്. ഈ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് പായസം, കൊള്ളാവോ കൊള്ളത്തില്ലയോ ചോദിക്കണം. അപ്പോൾ മേഘയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറയാം, നല്ല അടിപൊളിയാണ്, കൊള്ളാം, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇനി ഞാനും ഇതും പായസം എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ പായസം എടുക്കാനായിട്ട് പോവാണ്. ഞങ്ങൾ മഞ്ചേട്ടൻ അവിടെ പായസമൊക്കെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. യെസ്, ഞങ്ങൾക്കുള്ള പായസം വരുന്നുണ്ട്. ഇതേ മഞ്ചേട്ടൻ പായസമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും പായസം. മഞ്ചേട്ടൻ ഞങ്ങൾ കളിയായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പായസം കൊണ്ട് നടക്കുന്നതിന്. അങ്ങനെ എനിക്ക് പായസം എടുത്തു. കൊള്ളാം, നല്ല പായസമായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി പായസമായിരുന്നു. അത് ഞങ്ങളെല്ലാവരും പായസമൊക്കെ കുടിച്ച് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് കളിയാക്കി വഴക്കിട്ടും അവിടെ നിൽക്കുകയായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങാനായിട്ട് കുറച്ചൊന്ന് ലേറ്റായി. നമ്മൾ പറഞ്ഞ ടൈമിൽ നിന്നും കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. കാരണം എല്ലാവരും വരാനും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ആവാനും കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ്. സോ ആ സമയം നമ്മളവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ പായസമൊക്കെ കുടിച്ച് അങ്ങനെ നിന്നു. കുറച്ച് ലേറ്റായിട്ട് നമ്മളെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. എന്തെല്ലാം അടിപൊളി പ്രോഗ്രാമാണ്.
അയ്യോ അമ്മ പറഞ്ഞു ഹലോ ഹലോ എല്ലാവർക്കും ഓണാശംസകൾ. താമസിച്ചുകൊണ്ട് നമ്മൾ നീക്കം തീർത്തില്ല. അപ്പോൾ തന്നെ തുടങ്ങുക. ഓക്കെ. ബെഞ്ച് പ്രസ് ആണ്. അപ്പൊ നമ്മള് 10 kg വൺ സൈഡ് ആണ് ബെഞ്ച് പ്രസ് തുടങ്ങുന്നത്. അപ്പൊ താല്പര്യമുള്ളവര് ഒറ്റ റെപ്പ്, 1 റെപ്പാണ്. 1 റെപ്പ് ഫുള്ള് ക്രോസ് ചെയ്യുക, ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക. അതാണ് ഒറ്റ റെപ്പിലാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം ഏറ്റവും മാക്സിമം വെയിറ്റ് ആണ് നമ്മൾ ഫൈനലിൽ നോക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവര് നേരെ ബെഞ്ചിന്റെ അടുത്തോട്ട് ചെന്നാൽ മതി. നമുക്കത് കാണണ്ടേ അതുകൊണ്ട് ഇതിനെ ചെയ്യാൻ സാറോ അല്ല സോറി
അങ്ങനെ നമ്മുടെ ജിമ്മിലെ ഓണം സെലിബ്രേഷൻ ഏകദേശം വൈൻഡപ്പ് ആകാറായി. ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് പൂജയുടെയും മേഘയുടെയും പാട്ടൊക്കെ കഴിഞ്ഞു. ഇനിയും പുഷപ്പും കൂടെ ഉള്ളൂ. പുഷപ്പിൻ്റെ ഗെയിമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓണം സെലിബ്രേഷൻ വൈൻഡപ്പ് ആയി. പിന്നെ നമ്മൾ ലാസ്റ്റ് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അതേപോലെ ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഓവറോൾ ആയിട്ടുള്ള വിന്നറും എല്ലാ ഗെയിംസിലും ഓവറോൾ വിന്നേഴ്സിൻ്റെയും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള വിന്നേഴ്സിനും ഒക്കെയുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.